ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ചപ്പാത്തിയിൽ നിന്ന് നല്ലൊരു വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിലും ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കറി ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്. നമ്മൾ സാധാരണ വാങ്ങിച്ചിട്ട് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന തൈരുണ്ടല്ലോ, അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുവിധം ഈ തൈര് വെച്ചിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അഥവാ അത്യാവശ്യമായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ആ തൈരിൻ്റെ ചെറിയ പുളിപ്പും മസാലയുടെ രുചിയും ഒക്കെ കൂടിയായിട്ടൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ പറാത്തയാണ്, കേർഡ് പറാത്ത എന്ന് പറയും. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കിതെടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്നത് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പരത്തുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലാണ് ഇത് പരത്തുന്നത്. അപ്പോൾ പരത്താനായിട്ട് നമുക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അത്യാവശ്യം റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഷേപ്പൊന്നും വലിയ കുഴപ്പമില്ല. ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലയിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കും. ഓയിലോ നെയ്യോ, നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ മേലയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മടക്കി കഴിയുമ്പോൾ ആ ലെയർ നമുക്ക് അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പിന്നെ ഹാഫായിട്ട് മടക്കുക. മടക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ മേലയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്കിത് ഹാഫായിട്ട് മടക്കാം. അപ്പോൾ നമ്മളൊരു ത്രികോണം മാതിരിയാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വീണ്ടും പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പറാത്ത നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാ കഴിക്കുന്ന പോലെ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന പോലെ കറികളൊക്കെ കഴിക്കാം. മുട്ട റോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് തക്കാളി ചട്നി, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കറി എടുത്ത് കഴിക്കാം. അപ്പോൾ എന്നും രാത്രി ചപ്പാത്തി കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 3 സൈഡും പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക പരത്തി കഴിയുമ്പോൾ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ ഒട്ടും ഓയിൽ ചേർക്കാത്തവരാണെങ്കിൽ ഓയിൽ ഇല്ലാതെ ചുട്ടെടുത്താൽ മതി. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നോർമൽ ചപ്പാത്തി പോലെ തന്നെ തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ സൈഡ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ചൂടോടെയാണ് നമുക്ക് വേണമെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ വെറൈറ്റി പറാത്തയൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ റെസിപ്പീസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.